ഒന്ന് കേട്ടിട്ട് പോവും. 34 ഭാഗം. 34 ഭാഗം ഒന്ന് കേട്ടിട്ട് പോവും. ഞാൻ മുല്ലത്തടം ഡാലി മുക്കാഞ്ഞിരം പായിപ്പാട് അഥവാ സോമൻ ഭോപ്പാൽപുര. ലാസർ മരിച്ചു. ലാസർ മരിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന് നല്ല സ്നേഹബന്ധം ഉണ്ടായിരുന്ന ഒരു വീടായിരുന്നു ലാസറിൻ്റേത്. മാർത്തയുടെയും മറിയയുടെയും വീട്. ലാസർ മരിച്ച ഉടൻ തന്നെ അവർ കർത്താവായ യേശുക്രിസ്തുവിനെ വിവരം അറിയിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്താൻ ആർക്കും അധികാരമില്ല എന്ന തിരിച്ചറിവുള്ള ഞാൻ ദൈവ മഹിമയ്ക്കായി എൻ്റെ ഭാവന കൂടി അതിലേക്ക് ഒന്ന് കലർത്തട്ടെ, ഓർപ്പിക്കട്ടെ. ഇത് ദൈവ മഹിമയ്ക്ക് വേണ്ടിയാണ്. ഈ മരണം പറയാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോയ കൂട്ടത്തിൽ അവറാച്ചൻ എന്ന അവരുടെ അയൽവക്കക്കാരനും ഉണ്ടായിരുന്നു. അവറാച്ചൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെന്ന് കർത്താവായ യേശുക്രിസ്തുവിനോട് വിവരം പറഞ്ഞു. പ്രഭു, നിന്നെ സ്നേഹിക്കുകയും ആദരിക്കുകയും മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ആ മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസർ മരിച്ചിരിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളൂ, ഞാൻ വന്നേക്കാം. തിരിച്ചു വന്ന അവറാച്ചൻ മറിയയോടും ലാസറിനോടും പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, ശവം അടക്കിയേക്ക്. പുള്ളിക്കാരൻ്റെ ഈ ഗുരു എന്ന് നിങ്ങളൊക്കെ പറയുന്നില്ലേ, പുള്ളിക്കാരൻ്റെ ബോഡി ലാംഗ്വേജും ഭാഷയുടെ ഏതൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടല്ലോ, വരുമെന്ന് തോന്നുന്നില്ല. യേശുക്രിസ്തു വന്നില്ല. ലാസറിനെ അടക്കം ചെയ്തു. 2-ാം ദിവസം വീണ്ടും ഈ അവറാച്ചൻ ആ വേലിക്കരിയിൽ വന്ന് വിളിച്ചു ചോദിച്ചു, മറിയാമോ വന്നോ? യേശുക്രിസ്തു വന്നോ? നിന്റെ ഗുരു? അവൾ പറഞ്ഞു, ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഓ, നിന്റെ ഇടപെടലൊന്നും അങ്ങനല്ലായിരുന്നല്ലോ. അത് ദൈവപുത്രനാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാവും എന്ന തൃത്വത്തിൽ ഏകത്വമുള്ളവൻ എന്നൊക്കെയല്ലേ നീ കടന്ന് വിളിച്ചു കൂവിയിരുന്നത്. എന്തേ വന്നില്ല? ഓ, സ്വച്ഛ ജഡമാംസി തൈലം കൊണ്ട് അവൻ്റെ പാദങ്ങൾ നീ തുടച്ചില്ലേ? കണ്ണുനീർത്തുള്ളികൾ കൊണ്ട് കഴുകി സ്വച്ഛ ജഡമാംസിക് തൈലം കൊണ്ട്, ഇത്രയും വിലയേറിയ തൈലം കൊണ്ട് അവൻ്റെ പാദമൊക്കെ കഴുകി അവനെ മാനിച്ച് സ്നേഹിച്ചപ്പം അവൻ്റെ ഒരു ശിഷ്യൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ വല്ലോ ആവശ്യമുണ്ടോ? ഇതുകൊണ്ട് പാവങ്ങൾക്ക് വല്ലതും കൊടുത്താ അവർക്ക് എന്തെങ്കിലും ആഹാരം മേടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വിതരണം ചെയ്യുകയോ ചെയ്താൽ, അന്നത്തെ കാലത്ത് നമ്മൾ നോർത്തോളം 10-300 ഷെക്കൽ രൂപ വിലയുള്ള ഈ സ്വച്ഛ ജഡമാംസി തൈലം നീ എന്തിനാ യേശുക്രിസ്തുവിന് പോകുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം, ഞാൻ യേശുവിനെ കൊടുക്കത്തുള്ളൂ, അവനെ മാനിക്കുന്നു, അവനെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കാൻ നീ ചെയ്തില്ലേ? എന്നിട്ട് എന്തിയേ നിന്റെ യേശു? ഇല്ലല്ലോ, വന്നില്ലല്ലോ. അവൾ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുൻപ് കേൾക്കാൻ പോലും നിൽക്കാതെ അവറാച്ചൻ സ്ഥലം വിട്ടു. 3-ാം ദിവസം പിന്നെയും വന്നു. വേലിക്കരയിൽ തന്നെ വിളിച്ചു നിന്നുകൊണ്ട് അവറാച്ചൻ വിളിച്ചു ചോദിച്ചു, ഓ മാർത്തേ, മറിയേ, വന്നോ യേശു? നിങ്ങളുടെ ദൈവപുത്രൻ വന്നോ, മിശിഹാ തമ്പുരാൻ? മാർത്ത പറഞ്ഞു, ഇല്ല, ഇതുവരെ പ്രഭു എത്തിയിട്ടില്ല. നീയല്ലേ പറഞ്ഞത് അത്ഭുത മന്ത്രിയാണെന്ന്? എടി കൊച്ചുങ്ങളെ, എവിടെയെങ്കിലും അത്ഭുത മന്ത്രി എന്നും പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടോ? ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, എന്തെല്ലാം വകുപ്പുകൾക്ക് മന്ത്രിമാരുണ്ട്. പക്ഷേ ഈ അത്ഭുത മന്ത്രി ഏതാടി? അത്ഭുത മന്ത്രി നീയല്ലേ പറഞ്ഞേ? പ്രവാചകൻ വിളിച്ചു പറഞ്ഞു പോലും, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു
ഇതൊക്കെയല്ലേ നീ പര്യായപദങ്ങൾ പറഞ്ഞത്? 3 ദിവസം കഴിഞ്ഞു. അവൻ്റെ ശരീരത്തിൽ നിന്നുള്ള പ്രാണൻ പറന്നു മാറും. അവൻ്റെ ശരീരത്തിൽ നിന്നുള്ള ആത്മാവ് വേർപെടും 3 ദിവസം കഴിയുമ്പം. ഇനി വന്നിട്ട് എന്തോ കാണിക്കാനാ? അല്ലടി, വരും വരും വരും. പണ്ട് നീ സ്വച്ഛജടമാംശത്തിലൊക്കെ കൊണ്ട് കാലൊക്കെ ഒന്ന് പൂകിയതല്ലേ? നാട്ടുകാരും ഒക്കെ ചോദിക്കും, എന്തേ പോയില്ല എന്ന് ചോദിക്കുമ്പം ഒന്ന് കാണിക്കാനാണെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അയ്യോ മറിയക്കുട്ടിയെ, ഞാൻ താമസിച്ചു പോയി കേട്ടോ, തിരക്കായിരുന്നു, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരും. മാർത്തയും മറിയും എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ വേലിക്കരയിൽ നിന്നും അവറാച്ചൻ മാറിക്കളഞ്ഞു. 4-ാം ദിവസം അവറാച്ചൻ വീണ്ടും വന്നു. പടിവാതിക്കൽ നിന്ന് പറഞ്ഞ്, ഒരേ താണ്ടേ, ഓ മാർത്തേ, വരുന്നുണ്ട് നിങ്ങളുടെ യേശു. വരും, ഞാൻ പറഞ്ഞ പോലെ തന്നെ വരും. മറിയ അല്പം താമസിച്ചു പോയി കേട്ടോ, അല്പം താമസിച്ചു പോയി, ക്ഷമിക്കണം, ഞാൻ ഒന്നും വരാൻ സാധിച്ചില്ല. വരുന്നുണ്ടേ, വരുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ആ വീട്ടിലേക്ക് വന്നപ്പോൾ അവൻ്റെ വരവ് കണ്ടപ്പോൾ മറ്റുള്ളവരൊരു വിലാപഗീതം പോലെ കണ്ണുനീർ പൊടിച്ചു. അവർ കരഞ്ഞു. ഇത്രത്തോളം യേശു സ്നേഹിച്ചിരുന്ന വീട്ടിൽ യേശു ആ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ആ സമൂഹത്തിലുള്ള എല്ലാവരും, മാർത്തയും മറിയും, അങ്ങനെ അവർക്ക് വേണ്ടപ്പെട്ട എല്ലാവരും കരഞ്ഞപ്പോൾ അവർ കണ്ണുനീര് കണ്ട ദൈവം മനസ്സലിഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. അവൻ്റെ കണ്ണിലും, യേശു ക്രിസ്തുവിൻ്റെ കണ്ണിലും ജനകളങ്ങൾ പൊടിഞ്ഞു. കാരണം കണ്ണുനീരിൻ്റെ മുൻപിൽ പതറിപ്പോകുന്ന സ്വർഗീയ നാഥനാവൻ. വിശേഷിച്ച് തൻ്റെ അഭിഷിക്തൻ കരഞ്ഞാൽ, അവൻ്റെ കണ്ണു നിറഞ്ഞാൽ അവൻ ഓടിയെത്തും. മാറോട് ചേർത്തണയ്ക്കുന്നവനാ ക്രിസ്തു. ലോക സൃഷ്ടാവ് അവൻ വന്നിരിക്കുന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, വിവരങ്ങളൊക്കെ സംസാരിച്ചു. അവൻ ചെന്നു ശവക്കല്ലറയിലേക്ക് ചെന്നു. ഒരുപക്ഷെ സെല്ലായിരിക്കാം. അവിടെ കൂടെ നിന്നവരോട് പറഞ്ഞു, അവൻ്റെ കാലിലെ കെട്ടുകളഴിക്കുക, കൈകളിലെ കെട്ടുകളഴിക്കുക, താടിയിൽ കെട്ടിയിരിക്കുന്ന കെട്ടുകളഴിക്കുക. കാരണം കെട്ടിയത് നിങ്ങളാ. കെട്ടിയവനെ കൊണ്ട് തന്നെ, ഏതവനവന് കെട്ടിയോ അവനെ കൊണ്ട് തന്നെ അവൻ അഴിപ്പിക്കും. അതാണ് ക്രിസ്തു. ആ കെട്ടുകൾ അഴിച്ചു. ലാസറേ, പുറത്തു വരിക. ഒറ്റ വാക്കുകൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ചവൻ, ഈ ദുനിയാവ്, ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ലാസറേ പുറത്തു വരിക. ലാസർ വന്നു. നാടിൻ്റെയും നാട്ടുകാരുടെയും മുമ്പിൽ വെച്ച് ലാസർ പുറത്തേക്ക് വന്നു. അവറാച്ചൻ പയ്യെ പുറകോട്ട് മാറിക്കാണും. അവറാച്ചനോടായി മറിയ പതിയെ അടുത്തി എന്ന് പറഞ്ഞു, അച്ചായോ, അവറാച്ചായോ, കണ്ണുനീരിൻ്റെ മുമ്പിൽ പതറുന്ന ദൈവമല്ല അവൻ. ഏത് തൻ്റെ വിശ്വസ്തൻ, തൻ്റെ അഭിഷിക്തൻ കരഞ്ഞോ അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ഗുരുനാഥൻ. അല്പം താമസിച്ചിരിക്കാം, പക്ഷേ ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്തു തന്നെ അവൻ വന്നിരിക്കും, ചെയ്യേണ്ടത് ചെയ്തിരിക്കും. അതാണ് ക്രിസ്തു. അവനൊരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം അവറാച്ച. അവൻ്റെ സമയമാണ് സമയം, അവൻ്റെ ഉദ്ദേശമാണ് ഉദ്ദേശങ്ങൾ, ദൈവഹിതമാണ്. അതിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കേണ്ടത് സംഭവിച്ചിരിക്കും. അവറാച്ചൻ പയ്യെ പുറകോട്ട് പോകുന്നത് പലരും കണ്ടു കാണും. എന്നെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ഈ പുതിയ വർഷത്തിൽ കഴിഞ്ഞ വർഷം പല കാര്യങ്ങളും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, അറിയിച്ചിട്ടുണ്ടായിരിക്കാം, അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. അപേക്ഷകൾ തള്ളിക്കളയുന്നതിനല്ല ദൈവം. കാത്തിരിക്കുക. നിങ്ങളുടെ അപേക്ഷകൾ പലതായിരിക്കും. ഒരു വീട് വെക്കണം ദൈവമേ ആഗ്രഹമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ചു, രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല. പക്ഷെ ഒരു പക്ഷെങ്കിൽ പുതിയ വർഷം അതിനായിരിക്കും. ഒരു വണ്ടി വേണം, ഒരു വാഹനം വേണം, എൻ്റെ കുഞ്ഞിനൊരു ജോലി വേണം, എന്തെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങൾ വെച്ചു, ഒന്നും നടന്നില്ല. പകുതിക്ക് വെച്ച് നടക്കാൻ പോകുന്നില്ല. വരും. നിങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേൾക്കുന്ന ജീവനുള്ള ദൈവം അവൻ വരും.
ആരുടെയും കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. വീണാലും നിലംപരിശാകുകയുമില്ല. അതാണ് ക്രിസ്തു. ഹലോ, ഒന്ന് കേട്ടിട്ട് പോകും. നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പല കാര്യങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം. 2025 നിങ്ങൾക്ക് വേണ്ടിയുള്ളതാ. അവൻ വരുവന്നേ. നിന്റെ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ അവൻ ആരുടെ പ്രാർത്ഥന കേൾക്കാനാ? ഒരുത്തരുടെയും യാചനകൾ തള്ളിക്കളയുന്നവനല്ല കർത്താവായ യേശു ക്രിസ്തു. അവൻ അത്ഭുത മന്ത്രിയെങ്കിൽ, പ്രവാചകന്മാർ പറഞ്ഞുവെന്നെങ്കിൽ അവൻ അത്ഭുത മന്ത്രി തന്നെയാണ്, ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഹലോ ഹലോ ഒന്ന് കേട്ടിട്ട് പോ. 34-ാം ഭാഗം. ഞാൻ മുല്ലത്തരം ഡാലി മുക്കാഞ്ഞിരം, പായിപ്പാട് അഥവാ സോമൻ, ഭോപ്പാൽപുര.